വിവാദങ്ങൾക്കിടെ സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം. വിഭജന ഭീകരത വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം എന്ന ആശയത്തിൽ നടത്തുന്ന പരിപാടിക്കെതിരെ മുഖം തിരിച്ച് ഇടത് സർക്കാർ. പരിപാടി നടത്താൻ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി. കേരള, കണ്ണൂർ സർവകലാശാലകളും പരിപാടിക്കെതിരെ നിലപാടുമായി SFIയും പരിപാടി സംഘടിപ്പിക്കണം എന്ന നിലപാടിൽ ABVP രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം നടത്തണം എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. അതനുസരിച്ച് കണ്ണൂർ, കേരള സർവകലാശാല VCമാർ നിർദ്ദേശവും നൽകി. പക്ഷേ അത് നടപ്പിൽ വരുത്തില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് SFI. അതോടൊപ്പം അതിനൊത്താശയുമായി സർക്കാരും. ഇന്നത്തെ ദിനത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഭജന ഭീകരത വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന ആശയത്തിൽ നടത്തുന്ന ഇന്നത്തെ വിഭജന ഭീതി ദിനാചരണം അലങ്കോലമാക്കാൻ തന്നെയായിരിക്കുമോ സർക്കാരും SFIയും ശ്രമിക്കുക? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പരിപാടി എങ്ങനെ അലങ്കോലമാക്കാം എന്ന കാര്യത്തിൽ PhD എടുത്ത KSUവും ഒപ്പം തന്നെ SFIയും സമാനമായ നിലപാട് തന്നെയാണ് ഈ വിഭജന ഭീതി ദിനാചരണത്തിലും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളും അതിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും കേരള സർവകലാശാല, ഒപ്പം തന്നെ സംസ്ഥാനത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കൂടാതെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ 3 യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായും ഈ പരിപാടി നടത്തും എന്നുള്ള നിർദ്ദേശം VCമാർ അവിടുത്തെ കോളേജുകളുടെ മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ വിവിധ കോളേജുകൾക്കും നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഉൾപ്പെടെ ഉള്ളവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കത്തുകളടക്കം ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ പരിപാടി ഒരു രീതിയിലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും അത് തന്നെയാണ്. അതുകൂടാതെ തന്നെ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള R ബിന്ദുവും ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയിട്ടുള്ളത്. മന്ത്രി പറയുന്നത് ഇത്തരത്തിലാണ്: ഈ പരിപാടി നടത്തേണ്ട സാഹചര്യമില്ല. മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പരിപാടികൾ മാത്രം സംഘടിപ്പിച്ചാൽ മതി. ഒരു വിഭജന ഭീകരതയും അങ്ങനെ പ്രത്യേക കക്ഷി രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ കോളേജ് ക്യാമ്പസുകളിൽ വേണ്ട എന്നുള്ളതാണ് പ്രധാനമായും മന്ത്രി മുന്നോട്ട് വെക്കുന്ന അവരുടെ നിലപാടെന്നുള്ളത്. പക്ഷേ ഈ പരിപാടിയുടെ ആശയം തന്നെ എന്താണ് വിഭജന കാലത്ത് നടന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായി, എന്തൊക്കെ സാഹചര്യങ്ങളിൽ രാജ്യം വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്ന തലമുറയെ മനസ്സിലാക്കി കൊടുക്കുക, വരുന്ന തലമുറയ്ക്ക് വിഭജന ദിവസങ്ങളിലും വിഭജന നാടുകളിലും ഉണ്ടായ രാജ്യത്തെ അവസ്ഥ അതൊരു ബോധം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു കത്ത് രാജ്യത്തെ എല്ലാ ഗവർണർമാർക്കും നൽകിയിട്ടുള്ളത്. ഗവർണർക്ക് ലഭ്യമായിട്ടുള്ള ഈ കത്തിന്റെ അടിസ്ഥാനത്തിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഈ പരിപാടി നടത്തണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകുകയും ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പരിപാടി പൂർണ്ണമായും ഐക്യത്തോടുകൂടി നടത്താൻ ഒരുങ്ങുമ്പോഴാണ് കേരളത്തിൽ അതിനോട് മുഖം തിരിഞ്ഞ് സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഗവർണറുടെ നിർദ്ദേശം നടപ്പിലാക്കുമെന്നുള്ളതാണ് പല VCമാരും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ നിലപാട്. അതേസമയം തന്നെ ഈ പരിപാടിയെ എതിർക്കുമെന്നുള്ളതാണ് SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സമാനമായ നിലപാട് തന്നെയാണ് KSUവും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ പരിപാടി നടത്താൻ അനുവദിക്കും. ഒപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടിയായ ABVP സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരം ധനുവച്ചപുരത്തെ VTM NSS കോളേജിൽ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 11:00 ഔദ്യോഗികമായി പരിപാടികൾക്ക് തുടക്കമിടും. ഇന്ന് പൂർണ്ണമായ ദിവസം, അതായത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് ഏത് സമയത്തും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും ഈ പരിപാടി നടത്താം എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് VCക്കും VC നൽകിയിട്ടുള്ള നിർദ്ദേശവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിരോധിക്കാൻ ഒരു ഭാഗത്ത് SFIയും KSUവും നിൽക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ തടുക്കാൻ ABVP കൂടി നിലകൊള്ളുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഗവർണറുടെ നിർദ്ദേശം നടപ്പിലാക്കുമെന്ന് VCമാർ നിലപാട് സ്വീകരിച്ചിട്ട് പശ്ചാത്തലം. അപ്പോൾ കോളേജിൽ ഇന്നൊരു ദിവസം വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ പരിപാടി നടത്തുകയാണെങ്കിൽ അത് തടയുമെന്നുള്ള നിലപാട് SFI സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം, ഗവർണറും സർക്കാരും തമ്മിൽ തുടരുന്ന പോര് അത് അന്വയ നീക്കത്തിലൂടെ അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് മന്ത്രിമാർ അടക്കമുള്ളവർ രാജ്ഭവൻ കയറി ഇറങ്ങുമ്പോഴാണ് വീണ്ടും ഗവർണറെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് SFI അടക്കം തുടക്കം കുറിക്കുന്നത്. അത് ഏത് തരത്തിൽ വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ളതും നിർണായകമാവുകയും ചെയ്യും ഇന്നേ ദിവസം. രോഹിണി.